പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളുടെ കത്തുകളും അവയ്ക്ക് ഉസ്താദുമാരുടെ മറുപടികളും എന്ന വളരെ വിശേഷപ്പെട്ട പരിപാടിയാണിവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഉദ്ദേശിച്ചല്ല ഇത് അവതരിപ്പിക്കുന്നത്. ഇതിലെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് സ്ഥാപന പുരോഗതിക്കായി യത്നിക്കണമെന്ന അപേക്ഷയോടെ ഞങ്ങൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് വായിച്ചറിയാൻ. ചേനക്കുഴിയിൽ സാജിദ എഴുതുന്നത്: 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ സാരിഖിനെ നിങ്ങൾ ഇങ്ങനെയൊന്നും വിളിക്കേണ്ടിയിരുന്നില്ല. അവൻ എന്ത് കളവാണ് നടത്തിയത്? ഇതുവരെ അവനിൽ നിന്ന് യാതൊരു ചീത്ത സ്വഭാവവും കണ്ടിട്ടില്ല. പിന്നെ എന്താണ് നിങ്ങൾ അവനെ കള്ളൻ എന്ന് വിളിച്ചത്? എൻ്റെ കുട്ടിയോടിത് ചെയ്തത് വളരെ മോശമായി എന്ന് സാജിദ റിയാസ്. പ്രിയത്തിൽ ചേനക്കുഴിയിൽ സാജിദ റിയാസ് അറിയാൻ സാരിഖിൻ്റെ ഉസ്താദ്. നിങ്ങളുടെ എഴുത്ത് വായിച്ചു വളരെ സഹതാപം തോന്നി. ഈ മറുപടി ക്ഷമയോടെ വായിക്കുമല്ലോ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകനെ കള്ളനെന്ന് വിളിച്ചതും വിളിപ്പിച്ചതും. പിന്നെന്തിനു എന്നെ കുറ്റം പറയണം? നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരവും ഭർത്താവിൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരവും കൂട്ടി നിങ്ങൾ സാരിഖ് എന്ന് അവന് പേര് നൽകി. സാരിഖ് എന്നാൽ കള്ളൻ എന്നാണ് അർത്ഥം. ആയതിനാൽ എന്നെ കുറ്റം പറയണ്ട. ഇനിയെങ്കിലും കുട്ടികൾക്ക് പേരിടുമ്പോൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി നല്ല പേര് എഴുതുക. എഴുതി ചുരുക്കുന്നു എന്ന് സാരിഖിൻ്റെ ഉസ്താദ്. ഉസ്താദ് വായിച്ചറിയാൻ. കോയൻ്റകത്ത് തെക്കേതിൽ കോയസൻ എഴുതുന്നത്: എന്നാൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ മുഹമ്മദ് അനസ് എന്ന കുട്ടിയെ നിങ്ങൾ അടിച്ചതായി അറിയാൻ കഴിഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കെന്താണ് ഇവിടെ പണി? മദ്രസ പാഠങ്ങൾ വീട്ടിൽ നിന്ന് എഴുതാനും പഠിക്കാനും എവിടെ അവന് സമയം? രാവിലെ 6 മണി മുതൽ 7 മണി വരെ കണക്ക് ട്യൂഷൻ, 7:15 മുതൽ മദ്രസയിൽ വരണം. 9 മണിക്ക് മദ്രസ വിട്ട് 9:30 സ്കൂളിലെത്തണം. 4:30 സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ 5 മുതൽ 6 വരെ ഇംഗ്ലീഷ് ട്യൂഷൻ, 6 മണി മുതൽ 7 വരെ സയൻസ് ട്യൂഷൻ. പിന്നെ സ്കൂളിലേക്ക് ധാരാളം എഴുതാനും വായിക്കാനും ഉണ്ടാകും. രാത്രി 10 മണിക്ക് ശേഷം മാത്രമാണ് TV പരിപാടി കാണാൻ പോലും അവന് സമയം കിട്ടുന്നത്. പിന്നെ എങ്ങനെ മദ്രസ പാഠങ്ങൾ വായിക്കുന്നതും എഴുതുന്നതും? ആയതിനാൽ അവിടെ നിന്ന് തന്നെ എഴുതിക്കുകയും വായിപ്പിക്കുകയും ചെയ്താൽ മതി എന്ന് വ്യസനത്തോടെ കോയൻ്റകത്ത് തെക്കേതിൽ കോയസൻ. സസ്നേഹം കോയസൻ അവർക്ക് അറിയാൻ. പ്രിയ സഹോദര, താങ്കളുടെ കത്ത് വായിച്ചപ്പോൾ വളരെ വേദന തോന്നി. വിജ്ഞാനത്തിന് മഹത്തായ സ്ഥാനം നൽകിയ മതമാണ് ഇസ്ലാം. എന്നാൽ മതപഠനവും അവഗണിച്ച് ഭൗതികതയുടെ പിന്നാലെ പോകരുത്. മക്കൾക്ക് മതവിജ്ഞാനം ലഭിക്കാത്തതിൻ്റെ പേരിൽ പാപികളായി തീർന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് ആയിരിക്കും. ആയതിനാൽ ഭൗതിക പഠനത്തോടൊപ്പം മതപഠനത്തിനും സമയം കണ്ടെത്തുക. ഓരോ ദിവസം എടുക്കുന്ന പാഠങ്ങൾ വായിപ്പിച്ചും എഴുതേണ്ടത് എഴുതിച്ചും അവനെ സഹായിക്കുക. അവൻ പഠിക്കുന്നതോടൊപ്പം നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്കും പഠിക്കാൻ കഴിയും. ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, കൂടുതൽ ശ്രദ്ധിക്കണമെന്ന അപേക്ഷയോടെ നിർത്തുന്നു എന്ന് ഉസ്താദ്.